ആസിഫ് പ്രൊഡ്യൂസറും ഒക്കെ എത്തി. ഞാൻ ചോദിക്കാൻ മൈക്രോഫോണിന് മറുപടി പറയുന്നില്ല. നിങ്ങളെ വിളക്കിൽ പോണ്ടേ? ബാക്കിലേക്ക് പോകുമ്പോൾ വിളക്ക് മുറിയും സ്മൂത്ത് തുടങ്ങാം. ചേട്ടന് ഇവിടെ ഉണ്ടായിരുന്നില്ല. പ്രാർത്ഥന മാത്രമാണ്. എല്ലാവർക്കും ഇങ്ങോട്ടേക്ക് റെഡി. നമസ്കാരം. ജോഫിൻ്റെ കൂടെ എൻ്റെ ആദ്യത്തെ സിനിമയാണെങ്കിലും ഒരുപാട് വർഷങ്ങളായിട്ടുള്ള സുഹൃത്ത് ബന്ധമാണ് ഞാനും ജോഫിനുമായിട്ട്. ഇൻഫാക്ട് ജോഫിൻ എനിക്ക് തോന്നുന്നു പ്രീസ്റ്റിന് മുന്നേ ചെയ്യാൻ വെച്ചിരുന്നൊരു സിനിമയാണ്. അതിന് മുന്നേ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് ഷൂട്ടിന് റെഡിയാക്കി വെച്ചിരുന്നതാണ്. പക്ഷേ എന്തൊക്കെയോ കാരണം കൊണ്ട് നീണ്ടുപോയി, എൻ്റെ ഭാഗ്യം കൊണ്ട്. അവസാനം ആ സിനിമ സംഭവിക്കുകയാണ്. കാവ്യ ഫിലിംസാണ്, വേണുചേട്ടനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 2018 ശേഷം വേണുചേട്ടൻ്റെ കൂടെ ഒരു സിനിമ ചെയ്യുന്നു. ആൻഡ്രൂ ജോസഫ് ഉണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ സിനിമകളിലൊന്നായിരിക്കും ഇത്. 2 കാലഘട്ടമായിട്ടൊക്കെയാണ് ഈ സിനിമ പറയുന്നത്. ഇതിൽ എത്രത്തോളം റിവീൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാനുണ്ട്, അനശ്വര രാജനുണ്ട്, മനോജ് കിജയനുണ്ട്. ബാക്കി കാസ്റ്റ് ആൻഡ് ക്രൂവിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങളോട് പറയും. അപ്പോൾ എല്ലാ സിനിമയ്ക്കും പറയുന്ന പോലെ സപ്പോർട്ട് ചെയ്യുക. എനിക്കറിയാം എപ്പോഴും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ടെന്ന്. എന്നാലും ഇത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ കരിയറിലെ വലിയൊരു സിനിമയാണിത്. അപ്പോൾ ഇതൊരു വലിയ വിജയത്തിലേക്ക് എത്തണം. ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്യാം. ഒരു ഇൻവെസ്റ്റിഗേഷൻ ജോണറാണ് സിനിമ വരുന്നത്. ഒരു പോലീസ് ഓഫീസറാണ് ഇതിൽ. ഇത് എറണാകുളം ചുറ്റുവട്ടത്ത് തന്നെയാണ് സിനിമ മൊത്തം ഷൂട്ടിംഗ് നടക്കുന്നത്. പിന്നെ കുറച്ച് പോർഷൻസ് കന്യാകുമാരിയിലുണ്ട്. എന്ത് തോന്നുന്നു? എനിക്ക് ആദ്യം ഭയങ്കര പേടിയായിരുന്നു പോലീസ് ഓഫീസർ ക്യാരക്ടർ ചെയ്യാൻ. അതിനുശേഷം കുറ്റവും ശിക്ഷയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് അതിനുള്ളൊരു കോൺഫിഡൻസ് കിട്ടിയത്. അതിനുശേഷം പൂമൻ ചെയ്തു. ഇപ്പോൾ തലവൻ റിലീസാവാൻ പോകുന്നുണ്ട്, ജിസ് ജോയുടെ കൂടെ ചെയ്തൊരു സിനിമ. അതിലും പോലീസ് ഓഫീസറായിരുന്നു. ഓക്കെ അല്ലേ? ഹെൽത്ത് ഓക്കെ ആയിട്ട് വരുന്നു. കാലിന് ചെറിയൊരു ബുദ്ധിമുട്ട് ഇപ്പോഴും ഉണ്ട്. ഫിസിയോതെറാപ്പി നടക്കുന്നു. ടിക്കി ടാക്കയുടെ ഷൂട്ടിനിടയിൽ ഒരു ആക്സിഡൻറ്റ് പറ്റിയതാണ്. സർജറി ഉണ്ടായിരുന്നു. 3 മാസത്തോളം റെസ്റ്റ് ആയിരുന്നു, ബെഡ് റെസ്റ്റ് ആയിരുന്നു. അതിന് ഫിസിയോതെറാപ്പി കഴിഞ്ഞിപ്പം വലിയൊരു മൊബിലിറ്റി ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഷൂട്ടുകൾ ട്രൈ ചെയ്യുന്നു. അതുകൊണ്ടൊന്ന് ഷഫിൾ ചെയ്ത് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ 2 സിനിമകൾക്ക് ശേഷം ടിക്കി ടാക്കയിൽ തിരിച്ച് ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു, കാല് അനുവദിക്കുന്നതനുസരിച്ച്.